ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു 1/4 കപ്പോളം ഉള്ള മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ റവ, അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തു. നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു 1/4 കപ്പോളം ഉള്ള ശർക്കര 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ശർക്കര നല്ലോണം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഉരുകി അരിച്ച് വേണം നമ്മളെപ്പോഴും ശർക്കര ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് അരിച്ചിട്ട് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ മാവെല്ലാം നല്ലൊരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടി നമുക്കിതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മിക്സിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടാവുമ്പം ഇതേപോലെ തേങ്ങാക്കൊത്തൊന്ന് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഉള്ള എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഈ മൂപ്പിച്ച തേങ്ങാക്കൊത്തും എള്ളും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മിക്സ് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും ഈ മാവ് വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഡയറക്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്പൂൺ മാവിട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡ് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇടുന്ന ടൈമിൽ നല്ല ചൂടുണ്ടായിരിക്കണം നമ്മളുടെ എണ്ണയ്ക്ക്. പിന്നെ നമ്മൾ മാവെല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി നമ്മുടെ അരിപ്പയിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡിയായി. ബാക്കിയിരിക്കുന്ന ഉണ്ണിയപ്പവും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കണം.